നമ്മുടെ പൂർവികരായ ഉലമാക്കളായ സയ്യിദന്മാർ നമുക്ക് കാണിച്ചു തന്നത് എല്ലാ സയ്യിദന്മാരെയും ബഹുമാനിക്കണം, ആദരിക്കണം, സമന്മാരായി കാണണം. ഒരാൾക്ക് ഒരാളെക്കാൾ ഫളീലത്തില്ല. സയ്യിദ് എന്ന നിലക്ക് ഫളീലത്തില്ല. തഖ്വ കൊണ്ട് ഇന്ന അക്രമക്കും ഇൻദല്ലാഹി അത്ഖാക്കും. അതുപോലെ നമ്മളെ കൂട്ടത്തിൽ തന്നെ ഇപ്പൊ ഈ സദസ്സിൽ നേരത്തെ നിങ്ങൾ കേൾക്കാമല്ലോ, ഞാൻ ഇപ്പൊ നിങ്ങളോട് സംസാരിക്കുന്ന എന്നേക്കാൾ ഇൽമുള്ളവരിവിടെ, എന്നേക്കാൾ പ്രസംഗിക്കാൻ കഴിവുള്ളവരും എന്നേക്കാൾ പ്രായമുള്ളവരും എന്റെ വാപ്പാന്റെ പ്രായമുള്ളവരൊക്കെ ഇപ്പൊ ഈ സദസ്സിൽ തന്നെ താഴെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം ഇവിടെ ഉണ്ട്. സയ്യിദ് എന്ന നിലക്ക് നമ്മളെല്ലാം സമമാണ്. ഒരാളെക്കാളും തഖ്വന്റെയും ഇൽമിന്റെയും വിഷയത്തിൽ ഇൽമു കൂടുമ്പോ അതിനനുസരിച്ച് ബഹുമാനം ഷറഫും കൂടും. അതേ സമയത്ത് സയ്യിദ് എന്ന നിലക്ക് എല്ലാവരും സമന്മാരാണ്. ഒരു സയ്യിദിനെ മറ്റൊരു സയ്യിദിനേക്കാൾ ആ കബീലയാണ് മുന്തിയത്, ഈ കബീല അത്ര താന്നതല്ല, ബുഖാരികളാണ് ഏറ്റവും മുന്തിയത് എന്ന് നമ്മൾ അഹങ്കരിച്ചാൽ, അയദ്റൂസികൾ അതിന്റെ താഴെയാണ്, അല്ലെങ്കിൽ ശിഹാബുദ്ദീന്മാർ അതിന്റെ താഴെയാണ്, അല്ലെങ്കിൽ ജമലുല്ലീലികൾ അതിന്റെ താഴെയാണ് എന്ന് ഒരു കൂട്ടർ മറ്റൊരു കൂട്ടരേക്കാൾ മേലെയും താഴെയുമായി പറഞ്ഞാൽ യജിബു ഇസ്റാഉഹു ബിത്തൗബതി, പെട്ടെന്ന് തൗബ ചെയ്തോളണം. അത്രക്ക് കടുത്ത തെറ്റാണ്. അത് കബായിർ വൻദോഷങ്ങളിൽ പെട്ടതാണെന്നാണ് ഇബ്നു ഹജറുൽ ഹൈതമി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നത്. ഇത് നോക്കി നിങ്ങൾ, മിഫ്താഹു സആദാത്തി വമിൻഹാജുൽ ഇബാദാത്ത്, ഇതിന്റെ തുടക്കത്തെ തന്നെ പറയുന്നത് വഅലം അന്നഹു ഹൈസു സഹൻ നസബു ഇലൈഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ശഖ്സിൻ വലൗ ബിതഹ്സീനിൽ ളന്നി, ശ്രദ്ധിക്കണേ, വലൗ ബിതഹ്സീനിൽ ളന്നി ഫലാ യംബഗി അത്തഫ്തീഷു ബിൽ ബഹ്സി അനിൽ അൻസാബ് ഫന്നാസു മഅമൂനൂന അലാ അൻസാബിഹിം ഫയംബഗി സുലൂകുൽ അദബി മഅഹും വഇജ്ലാലഹും അദബൻ മഅ ജദ്ദിഹിം വലൗ കാന ളാഹിറു അഹദിഹിം ഗൈറ മർദിയിൻ ഫഇന്ന ദാലിക ലാ യഖ്തഉ നസബഹു. ഒരു സയ്യിദ് എന്ന് പറഞ്ഞുകൊണ്ട് നടക്കണ ഒരാള് തങ്ങളായിട്ട് അറിയപ്പെടുന്നു, ബഹുമാനിച്ചോളണം, നിർബന്ധമായും ബഹുമാനിച്ചോളണം, ഒരു ഉപേക്ഷയിൽ വരുത്താൻ പാടില്ല. അയാളുടെ സനത് ചോദിച്ചാൽ ചിലപ്പോൾ തരാൻ കഴിഞ്ഞില്ല എന്ന് വരും. അയാളെ പരമ്പര എഴുതി വെച്ചിട്ടുണ്ടായിരിക്കില്ല, അതുകൊണ്ട് തരാൻ കഴിഞ്ഞില്ലെന്ന് വരും. വാപ്പയും വാപ്പാന്റെ വാപ്പയൊക്കെ തങ്ങന്മാരായിട്ട് നാട്ടിൽ അറിയപ്പെട്ടു. നല്ല വിചാരം വിചാരിക്കണം, ഒരു ചീത്ത വിചാരം പോലും വിചാരിക്കരുത്. അയാൾ വല്ല കബീറത്ത് ചെയ്താൽ പോലും, തെറ്റ് ചെയ്താൽ പോലും, കബീറത്ത് ചെയ്താൽ പോലും, തങ്ങന്മാരെ തെറ്റ് ചെയ്യാനുള്ള പ്രചോദനമല്ല എന്ന് ഞാൻ അടിവരയിട്ട് പറയുന്നു. തെറ്റ് ചെയ്താൽ പോലും ആ തങ്ങളെ ബഹുമാനിക്കണം. ഒരു തങ്ങള് തൂങ്ങി മരിച്ചു നോക്കുക, ആ തങ്ങളെ ബഹുമാനിക്കണം. കബീറത്തല്ലേ ചെയ്തത്? ഒരാള് തൂങ്ങി മരിച്ചാലും സിയാദത്തിന് കുഴപ്പമുണ്ടോ? അയാൾ സയ്യിദല്ലേ? ചെയ്ത തെറ്റ് കബീറത്താണ്, അതിന് ശിക്ഷ അനുഭവിക്കേണ്ടി വരും അല്ലാഹു പുറത്തു കൊടുത്തില്ലെങ്കിൽ. സയ്യിദന്മാർക്ക് ശിക്ഷ ചെയ്യാതൊന്നും വിചാരിക്കണ്ട, ഡബളാ. ഖുർആൻ പറയുന്നു യുഅ്തികും കിഫ്ലൈനി മിനൽ അദാബ്, ഇരട്ടി ശിക്ഷേന്നാ. സാധാരണക്കാരെ കൊണ്ട് നമ്മളെ കുറെ ബഹുമാനിപ്പിച്ചിട്ടുണ്ട് അല്ലാഹു, അവരെ ബഹുമാനവും കൂടി നമുക്ക് കിട്ടിയിട്ടുണ്ട്, നമ്മൾ കുറെ ബഹുമാനം പേറിയിട്ടുണ്ട്. യുദ്ഹിബ അൻകുമുർ റിജ്സ എന്ന് പറഞ്ഞ ആയത്തിന് തഫ്സീർ ചെയ്ത മുഫസ്സിരീങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞത് നിങ്ങളെ പക്കൽ നിന്ന് ഒരു തെറ്റും സംഭവിക്കാതിരിക്കാനാണ്. എന്തുകൊണ്ട്? നിങ്ങൾ ഇത്രയും പരിശുദ്ധരാണ് എന്ന് അല്ലാഹു പ്രഖ്യാപിക്കുകയും ജനങ്ങളെ കൊണ്ട് നിങ്ങളെ ബഹുമാനിപ്പിക്കുകയും ചെയ്തതുകൊണ്ട് നിങ്ങളുടെ പക്കൽ നിന്ന് ഒരു തെറ്റും സംഭവിച്ചു പോകരുത് എന്നതിന്റെ താക്കീത് കൂടിയാണ് ഈ ആയത്ത് എന്ന് ഈ ആയത്തിന്റെ തഫ്സീറിൽ മുഫസ്സിരീങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മൾ സൂക്ഷിക്കണം, തെറ്റ് ചെയ്യാൻ വേണ്ടി പറയല്ല. ഒരു സയ്യിദിന്റെ പക്കൽ നിന്ന് ഒരു തെറ്റ് സംഭവിച്ചാൽ പോലും ആ സയ്യിദിനെ കുറ്റപ്പെടുത്തരുത്. അതുകൊണ്ട് അദ്ദേഹം റസൂലുള്ളാഹിന്റെ കുടുംബമല്ലാതിരിക്കൂല, കുടുംബ പരമ്പര മുറിഞ്ഞു പോകില്ല. ചെയ്തത് തെറ്റാണ്, അതിന് അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അയാൾ ശിക്ഷ അനുഭവിക്കേണ്ടി വരികയും ചെയ്യും. ബഹുമാനപ്പെട്ട ഉലമാ എത്ര എന്തെല്ലാം ആ വിഷയത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു തങ്ങളെ പക്കൽ നിന്ന് റിദ്ദത്ത് വരില്ല, മുർത്തദ്ദാകുന്ന പണി സംഭവിക്കൂല, മരിക്കുമ്പോൾ ഈമാൻ കിട്ടി മാത്രമേ മരിക്കൂ എന്ന് ഗ്യാരണ്ടിയുള്ള വർഗമാണ് സദാത്തുക്കൾ. ഒരു സയ്യിദിൽ നിന്ന് റിദ്ദത്തിന്റെ കലിമത്ത് വരികയോ അയാൾ മുർത്തദ്ദാകുന്ന വല്ല പണിയും ചെയ്യുകയോ ചെയ്താൽ അള്ളാഹുവിന്റെ റസൂല് വരെ മുട്ടുന്ന പരമ്പര എവിടെയോ വെച്ച് മുറിഞ്ഞു പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കുകയല്ലാതെ ഒരു സയ്യിദിൽ നിന്നും റിദ്ദത്തിന്റെ കലിമത്തുകളും പ്രവൃത്തികളും വരെ വരാതെ അള്ളാഹു കാത്തു സൂക്ഷിച്ചവരാണ്. ഇത്രയും ബഹുമാനമാക്കപ്പെട്ട നാം
നമ്മുടെ കുടുംബത്തിന്റെ മഹിമ കാത്തു സൂക്ഷിക്കണം. കഴിഞ്ഞ തലമുറ ഇവിടെ കാണിച്ചു തന്ന മാതൃക നമ്മളായിട്ട് കളഞ്ഞു കുടിക്കരുത് എന്ന് ഇടുക്ക് വെച്ച് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു. അപ്പൊ നമ്മൾ